ഹായ്, ഞാൻ കസാഖ് ബെഞ്ചാലി, ദ ഗ്ലോബൽ ബിസിനസ് കോച്ച്. ബിസിനസ്സിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ഇഷ്യൂസ് ആണ്. ഒരു ബിസിനസ് സ്കെയിൽ ചെയ്യാൻ കഴിയാതെ ബിസിനസ് കുടുങ്ങിപ്പോകുന്നതും സംരംഭകൻ പെട്ടുപോകുന്നതും ഒക്കെ ആ ബിസിനസിൻ്റെ ഓപ്പറേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോഴാണ്. സോ ബിസിനസിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരു പറ്റം വീഡിയോസാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഈ വരുന്ന സീരീസുകളായിട്ട് തരാൻ പോകുന്നത്. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ദൈർഘ്യത്തിലാണ് ഓരോ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഓപ്പറേഷണൽ ചാലഞ്ചസുകളെ എന്തൊക്കെയാണെന്നും അതോടൊപ്പം ഇത് എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് എന്നുമാണ് ആ വീഡിയോകളിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു സീരിയസ് ബിസിനസ്സുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഈ വീഡിയോസ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിൽ ഓപ്പറേഷൻ്റെ ഇഷ്യൂസിനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിഹരിക്കാൻ പറ്റും. സോ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാവേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് റീസെൻ്റ് ആയിട്ട് ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ഏകദേശം 12-13 കോടി രൂപയുടെ ടേൺ ഓവറാണ് ഒരു വർഷത്തിൽ ചെയ്യുന്നത്. പുള്ളി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതിനകത്ത് പ്രൊഡക്ഷൻ ടീം പുള്ളിക്കുണ്ട്, അതോടൊപ്പം തന്നെ കുറച്ച് അസംബ്ലിംഗ് പ്രോഡക്റ്റുകളാണ് പ്രധാനമായിട്ട് അവർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ടീമുണ്ട്, ഇൻവെൻട്രിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടീംസ് ഉണ്ട്. ഫിനാൻസ് ഒന്നും പ്രോപ്പറായിട്ടില്ല, എന്നാലും 1-2 ആളുകൾ അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി ഓടി എത്തിയാലേ ഈ പരിപാടികളെല്ലാം നടക്കുകയുള്ളൂ. പുള്ളിക്കാരൻ ഓടണം രാവിലെ മുതൽ വൈകുന്നേരം വരെ. പുള്ളിയുടെ ടൈംസ് എല്ലാം ഭയങ്കര പാക്ഡാണ്. പുള്ളിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും സമയമില്ല, ആരോഗ്യം ശ്രദ്ധിക്കാൻ സമയമില്ല, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. വൈഫിൻ്റെ അടുത്തൊക്കെ നിരന്തരം കംപ്ലൈൻറ്റുകളാണ്. നിങ്ങൾക്ക് ബിസിനസ് മാത്രം മതി, ഞങ്ങളെയും കുട്ടികളെയും വേണ്ട, ഒരു യാത്ര പോലും പോകാൻ പറ്റുന്നില്ല, വീക്കെൻഡിൽ പോലും വീട്ടിലിരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തെരുവിളിയാണ്. കാരണം എന്താ വെച്ചാൽ ഇയാൾക്ക് നല്ല ബിസിനസ് ഉണ്ട്, ഓർഡർ ഉണ്ട്, പക്ഷെ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലായിടത്തും പ്രൊഡക്ഷൻ ഓർഡർ കൊടുക്കുന്നത് പുള്ളിയാണ്, പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ പുള്ളി തന്നെ ചെക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ ഇൻവെൻട്രിയുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതും ഫൈനാൻസ് കൺട്രോൾ ചെയ്യുന്നതും ലോജിസ്റ്റിക്കും ഡെലിവറിയും ഈവൻ സൈറ്റിൽ ഇൻസ്റ്റലേഷൻ വരെ പുള്ളി തന്നെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ കൺസൾട്ടൻസി ഫേമിലേക്ക്, ബെനാക്സ് ബിസിനസ് സൊല്യൂഷൻ എന്ന് പറയുന്ന കൺസൾട്ടൻസി ഫേമിലേക്ക് പുള്ളി കൺസൾട്ടിങ്ങിന് വേണ്ടി എത്തുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുത്തെ പ്രോബ്ലംസ് മനസ്സിലാക്കി. പ്രധാനമായിട്ടും ആ ഒരു ബിസിനസ് എന്ന് പറഞ്ഞ ശേഷം വർഷത്തിൽ പുള്ളിയുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് 70 കോടി രൂപയുടെ ടേൺ ഓവർ ഒരു വർഷം ഉണ്ടാക്കാൻ കഴിയുന്ന ബിസിനസ്സാണ് അവർ 12-13 കോടിയിൽ നിന്ന് പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒന്നിനും ഒരു പ്രോസസ്സില്ല. ഒരു ലേബർ എടുക്കുന്ന വർക്ക് പോലെയല്ല അടുത്തൊരാൾ എടുക്കുന്നത്. പ്രൊഡക്ഷൻ ടീമിൽ പലരും ചെയ്യുന്നതും പല രീതിയിലായി മാറുന്നു. ഇൻവെൻട്രി മാനേജ്മെൻറ്റിലാണെങ്കിലും പലരും വർക്ക് ചെയ്യുന്നു, പല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്നു. ഫൈനാൻസിലാണെങ്കിലും പ്രൊഡക്റ്റിലാണെങ്കിലും ഇൻസ്റ്റലേഷനിലാണെങ്കിലും ഒക്കെ ഓരോരുത്തർ ചെയ്യുന്നതും അവനവൻ്റെ രീതിക്കാകുമ്പോൾ പലപ്പോഴും ക്വാളിറ്റി ഇഷ്യൂസ് വരുന്നു, കസ്റ്റമർ കംപ്ലയിൻറ്റ് വരുന്നു, പുള്ളിക്കാരൻ ഓടിയെത്തണം, ഈ കംപ്ലയിൻറ്റ് തീർക്കണം. അങ്ങനെ 70 കോടി 75 കോടിയുടെ ടേൺ ഓവർ ഉണ്ടാക്കേണ്ട ഒരു സ്ഥാപനം വെറും 13 കോടിയിൽ കുരുങ്ങിപ്പോയതിൻ്റെ കാരണം അവിടുത്തെ ഓപ്പറേഷൻ ഇൻഎഫിഷ്യൻസിയാണ്. ഞങ്ങളുടെ കൺസൾട്ടൻസിയിലേക്ക് വരുന്ന സമയത്ത് പല ബിസിനസ്സുകളും ഇതുപോലെ കുരുങ്ങിക്കിടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസി കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ബിസിനസ്മാൻ ആണ്, നിങ്ങൾ ഭയങ്കര ആഗ്രഹമുള്ള ബിസിനസ്മാനാണ്, കഠിനാധ്വാനിയാണ്, ഇതൊക്കെ ഒരു പരിധിവരെ ശരിയാണ്, ഇതൊക്കെ വേണം. പക്ഷേ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടത് രാവും പകലും നിങ്ങൾ ആരോഗ്യം കളഞ്ഞിട്ട് ഒരേ സാധനത്തിൽ ഒരേ മിസ്റ്റേക്കുകൾ ആവർത്തിച്ച് കറക്റ്റ് ചെയ്യാനല്ല, ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനാദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഓപ്പറേഷൻ സിംപ്ലിഫൈ ചെയ്യണം. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു ബിസിനസ്സിലെ ഏതൊക്കെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഉണ്ടോ ആ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിനെ ബെസ്റ്റായിട്ടും സിമ്പിളായിട്ടും എങ്ങനെ ചെയ്യാമെന്ന് കൃത്യമായിട്ടും ഡിഫൈൻ ചെയ്ത് ആർക്ക് വേണമെങ്കിലും ആ പ്രൊജക്റ്റ്, ആ വർക്കിന് ഏതൊരാൾക്കും ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത് പേപ്പർ ഡോക്യുമെൻ്റ് ആകാം, സോഫ്റ്റ് ഡോക്യുമെൻ്റ് ആകാം, അതിനകത്തൊരു പ്രോസസ് ഫ്ലോ ചാർട്ട് മാത്രമാകാം. ഇനി അതല്ല, ഒരു സോഫ്റ്റ്വെയറിൻ്റെ മൊഡ്യൂൾസുകളായിട്ട് നമുക്കതിനെ സെറ്റ് ചെയ്യാം. ബട്ട് അതിനകത്തൊരു ഫ്ലോ ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതിനകത്ത് കൃത്യമായിട്ടും ഡിഫൈൻഡ് ആയിരിക്കണം. അത് ബേസ് ചെയ്തുള്ള ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ഏതൊരാളാ ജോലി ചെയ്ത് കഴിഞ്ഞാലും ആ റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു കൺസൾട്ടൻസി പ്രോസസ്സിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവിടെയുള്ള എല്ലാ ഓപ്പറേഷണൽ ആക്ടിവിറ്റി മാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബിസിനസ്സിൽ കോംപ്ലിക്കേറ്റഡ് ആക്ടിവിറ്റി ഒത്തിരി ഉണ്ടാവും. പർച്ചേസ് ഉണ്ടാകും, സെയിൽസ് ഉണ്ടാകും, അതുപോലെ തന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഉണ്ടാകും, പ്രൊഡക്ഷൻ ഉണ്ടാകും, സർവീസ് ഉണ്ടാകും, ഇൻസ്റ്റലേഷൻ ഉണ്ടാകും, ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടാകും. ഇങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ നെടുന്തൂണുകളായിട്ടുള്ള കുറേ ഓപ്പറേഷണൽ ഏരിയ ഉണ്ട്. അത് കസ്റ്റമറെ ഹാപ്പി ആക്കുന്നതിനും കസ്റ്റമർക്ക് ഡെലിവർ ചെയ്യുന്നതിനും ആവശ്യമായി ഈ പ്രോസസ്സുകളെല്ലാം കൃത്യമായിട്ടും ഡിഫൈൻഡ് ആയി കഴിഞ്ഞാൽ ഏതൊരാൾക്കും ആ പ്രോസസ്സിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മിനിമം ട്രെയിനിങ് കിട്ടി ഏതൊരാൾ
മറ്റൊരാൾക്കും ആ പ്രോസസ്സ് ചെയ്യാൻ കഴിയും. മാത്രമല്ല ഒരാൾ പെട്ടെന്ന് പോകുന്നു, അടുത്തൊരാൾ വരുന്നു. പലപ്പോഴും ഈ ഒരു വ്യക്തിയുടെ റിസിഗ്നേഷനും അതുപോലെ തന്നെ ന്യൂ ഹയറിങ്ങിലും ഉണ്ടാകുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പല സ്ഥാപനങ്ങൾക്കും 6 മാസം 8 മാസമൊക്കെ എടുക്കും. എന്നാൽ നിങ്ങളുടെ ബിസിനസ് ഒരു സിസ്റ്റം ഡ്രിവൺ കമ്പനി ആണെങ്കിൽ ആ ഒരു പ്രശ്നത്തെ നമുക്ക് വെറും 1-2 ആഴ്ചയുടെ SOP ട്രെയിനിങ്ങിലൂടെ മാത്രം നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് കുറേ കൂടെ സിസ്റ്റം ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറും, പീപ്പിൾ ഡിപ്പെൻഡൻസിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയും. നമ്മുടെ ബിസിനസ്സിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ 3 പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, ഓരോ വ്യക്തിക്കനുസരിച്ചും പ്രോഡക്റ്റിൻ്റെയും പ്രോസസ്സിൻ്റെയും ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിന് ഓരോ വ്യക്തിയുടെയും പെർഫോമൻസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതും അയാളുടെ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ ആവർത്തിച്ച് കറക്റ്റ് ചെയ്യാൻ ഫോളോ ചെയ്യേണ്ടി വരും. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ എററുകൾ ആവർത്തിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആര് ചെയ്തു എന്ത് ചെയ്തു എന്നതിന് ഒരു ഡോക്യുമെൻറ്റഡ് എവിഡൻസും ഉണ്ടാവില്ല. ഒരു കംപ്ലൈൻറ്റ്, ഒരു പ്രോഡക്റ്റ് കംപ്ലൈൻ്റ് ആയി അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൽ എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രോസസ്സിൽ 4-5 പേര് ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഡോക്യുമെൻറ്റഡ് കൺട്രോൾ സിസ്റ്റത്തിലല്ല വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കില്ല. ഉത്തരവാദിത്തം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരാളും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കില്ല. കംപ്ലൈൻറ്റുകൾ, കസ്റ്റമർ കംപ്ലൈൻറ്റുകൾ ആവർത്തിച്ച് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. മാർക്കറ്റിൽ നിങ്ങളുടെ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടും. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും ക്വാളിറ്റി നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ കഴിയാതെ വരും. മാർക്കറ്റിൽ നിങ്ങൾ പതുക്കെ തുടച്ചു നീക്കപ്പെടും. മൂന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ എംപ്ലോയീസിനുള്ള ട്രെയിനിങ് വലിയ ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം കണ്ട് പഠിക്കണം. ഒരു SOP ഇല്ലാത്ത അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ലാത്ത ഒരു ബിസിനസ്സിൽ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കണ്ട് പഠിക്കുന്ന ശീലമാണ്. കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് ഒരു എംപ്ലോയി ട്രെയിൻഡ് ആവുന്നത്. സ്വാഭാവികമായിട്ടും ഒരാൾ റിസൈൻ ചെയ്ത് പോവുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു പ്രോസസ്സിൽ നിന്ന് മാറി നിന്ന് പുതിയ ഒരാളാണ് അവിടെ വരുന്നതെങ്കിൽ പലപ്പോഴും അയാൾ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും പഠിക്കുന്നത്. ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇയാൾ കണ്ട് മനസ്സിലാക്കണം, ചെയ്ത് മനസ്സിലാക്കണം. ഓരോരുത്തരുടെയും ഓരോ സാഹചര്യത്തിലുള്ള പെരുമാറ്റങ്ങൾ കണ്ടും ഊഹിച്ചും മനസ്സിലാക്കി വരുമ്പോഴേക്കും 3 മുതൽ 6 മാസം 7 മാസമാകും അയാളൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആവാൻ. അത് പലപ്പോഴും നമ്മുടെ പ്രോസസ്സിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും, ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും, സ്പീഡിനെ ബാധിക്കും. കസ്റ്റമർ കംപ്ലൈൻറ്റുകൾ തുടക്കത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരെ മറിച്ച് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ടും സിസ്റ്റമായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 വീക്ക് ട്രെയിനിങ് കൊണ്ട് ഒരാളെ 2-3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുടെ കോമ്പറ്റൻസിയിലേക്ക് നമുക്ക് എത്തിക്കാനും കഴിയും. കാരണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അയാൾക്ക് റെഫറൻസ് ആയിട്ട് SOP എടുത്താൽ മതി. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള വർക്കുകൾ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. സോ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാകേണ്ട, പ്രത്യേകിച്ചും ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടാനുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻസുകളാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ഫോർമാറ്റ്സുകളും. നിങ്ങളുടെ ബിസിനസ്സിൽ ഇത്തരത്തിലുള്ള ചലഞ്ചുകളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഹെൽപ്പ് യു. ഞങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രോബ്ലത്തെ കൃത്യമായിട്ട് പരിഹരിച്ച് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്പീഡ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 13 കോടിയിലും 14 കോടിയിലൊക്കെ കുരുങ്ങി കിടക്കുന്ന ബിസിനസ്സുകളെ കൃത്യമായിട്ട് 6 മാസത്തെ കൺസൾട്ടൻസിയിലൂടെ നമുക്ക് ആ കമ്പനി 70 കോടിയുടെ ബിസിനസ്സാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂടി, കൂടുതൽ വർക്ക് എടുക്കാൻ കഴിഞ്ഞു, കൂടുതൽ ഓർഡറുകൾ എടുക്കാൻ കഴിഞ്ഞു, കൂടുതൽ തലത്തിലേക്ക് ഫാക്ടറിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി. ഒരു യൂണിറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 5-6 യൂണിറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്തു. അതിനനുസരിച്ച് വോളിയം ചെയ്യാൻ പറ്റി. സോ 13 കോടി ഉണ്ടായിരുന്ന ഒരു ബിസിനസ്സിനെ 70 കോടിയിലേക്ക് വെറും 6 മാസം കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പല പ്രശ്നങ്ങളും ഓപ്പറേഷണൽ ഇഷ്യൂ കാരണമാണ്. സോ അങ്ങനെയുള്ളൊരു പ്രോബ്ലത്തിന് നിങ്ങൾ പരിഹാരം തേടുന്നുവെങ്കിൽ യു ക്യാൻ കോൺടാക്ട് അസ്. ഞങ്ങൾക്ക് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കാൻ കഴിയും ഞങ്ങളുടെ ബിനാക് ബിസിനസ് കൺസൾട്ടിങ്ങിലൂടെ. സോ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ, ഓപ്പറേഷണൽ ഇഷ്യൂ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഖസാഖ് ബെഞ്ചാലി, ദ ഗ്ലോബൽ ബിസിനസ് കോച്ച്.